പരിക്കേറ്റ ആനയെ കോടനാട് എത്തിച്ചിരിക്കുന്നു. കോടനാട് അഭയാരണ്യത്തിലാണ് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ കോടനാട്ടേക്ക് എത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാവിലെ പരിക്കേറ്റ ആനയെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. തുടർന്ന് വനപാലക സംഘം ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ മയക്കുവെടി വയ്ക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയതും തുടർന്ന് കോടനാടേക്ക് യാത്ര തിരിച്ചതും ഇപ്പോൾ കോടനാട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയാകും തുടർ ചികിത്സ ലഭ്യമാക്കുക. ആദ്യ ചികിത്സ ഫലപ്രദമായിരുന്നില്ല. ഇതുകൊണ്ടത് നിർണായകമായ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വളരെ കൗതുകകരമായ കാഴ്ചകൾക്കും രാവിലെ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. പരിക്കേറ്റ ആനയ്ക്കൊപ്പം മറ്റൊരു കാട്ടാന കൂടി നിലയുറപ്പിച്ചിരുന്നു. ഏഴാറ്റുമുഖം ഗണപതി ആന അവശനിലയിലായപ്പോൾ ഏഴാറ്റുമുഖം ഗണപതി പരിക്കേറ്റ ആനയോട് ചേർന്ന് നിൽക്കുന്ന കൗതുകകരമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അവശനായി പോയ ആന നിലത്തേക്ക് വീണപ്പോൾ മാത്രമാണ് ഏഴാറ്റുമുഖം ഗണപതിയെ അവിടെ നിന്നും വനപാലക സംഘം തുരത്തിയത്. തുടർന്ന് വനപാലക സംഘവും കുങ്കിയാനകളും കൂടി ചേർന്ന് പ്രാഥമിക ചികിത്സ നൽകിയതിന് ശേഷം വാഹനത്തിനുള്ളിലേക്ക് ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. വലിയ കാലതാമസമില്ലാതെ തന്നെ വനപാലക സംഘത്തിന് ആനയെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റാനും സാധിച്ചു. അതിനുശേഷമാണ് കോടനാട്ടേക്ക് യാത്ര തിരിച്ചത്. അതിനു മുൻപ് മുറിവിൽ പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു. ഇനി വിശദമായ തുടർ ചികിത്സയാണ് നൽകേണ്ടത്. രണ്ടാം ഘട്ട ചികിത്സയ്ക്കായാണ് കോടനാട്ട് എത്തിച്ചിരിക്കുന്നത്. കോടനാട്ടെ അഭയാരണ്യത്തിലാണ് എത്തിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് വിലക്കുണ്ട്, പരിമിതിയുണ്ട്. രാവിലെ മുതൽ തന്നെ വാർത്ത തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ട തുടർ ചികിത്സയ്ക്കായി കോടനാട്ടേക്ക് മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ എത്തിച്ചിരിക്കുകയാണ്. അഭയാരണ്യത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, പറയൂ. രോഹിണി, മണിക്കൂറുകൾ നീണ്ട ഒരു രക്ഷാദൗത്യം അത് ഒടുവിൽ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ പൂർണ്ണമായും തന്നെ സുരക്ഷിതമായി ആനയെ കോടനാട് അഭയാരണ്യത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആനയുമായി ആംബുലൻസ് അനിമൽ ആംബുലൻസ് അഭയാരണ്യത്തിന്റെ അകത്തേക്ക്, അതായത് ഈ കൂട് നിർമ്മിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് കടന്നു പോയിരിക്കുന്നു. ഇനി പ്രധാനമായും ആനയെ അവിടെ ഇറക്കണം, ആ കൂടിലേക്ക് കയറ്റണം, മറ്റു ചികിത്സയുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കണം. അത്തരമൊരു ഘട്ടത്തിലേക്ക് തന്നെയാണ് ഇനി പോകുന്നത്. എന്നാൽ നിലവിലുണ്ടായിരുന്ന ഒരുപക്ഷെ ആ ആശങ്കകൾക്കെല്ലാം തന്നെ ഒരു വിരാമമായിക്കൊണ്ട് അല്ലെങ്കിൽ പരിഹാരമായിക്കൊണ്ട് തന്നെ ആനയെ സുരക്ഷിതമായി ഇവിടെ എത്തിക്കാൻ എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അല്പസമയത്തിനകം തന്നെ അല്ലെങ്കിൽ ആനയെ അവിടെ ഇറക്കി തുടർ ചികിത്സകൾക്കുള്ള ഓരോ നടപടികളിലേക്കൊക്കെ തന്നെ കടക്കാൻ കഴിയും. ഒരു വലിയ ഒരു വെറ്റിനറി ഡോക്ടർമാരുടെ എല്ലാം വലിയൊരു സംഘം ഇതിനെ അനുഗമിച്ചിരുന്നു, ഈ വാഹനത്തെ അനുഗമിച്ചിരുന്നു. കാരണം ഇന്ന് പുലർച്ചെ മുതൽ അത്തരത്തിൽ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഏറ്റവും വിജയകരമായി തന്നെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായി വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമുക്കറിയാം നിരവധി ആളുകൾ ഈ ഭാഗങ്ങളിലുണ്ട്. ആനയെ മസ്തകത്തിന് മുറിവേറ്റ ആനയെ, കാരണം ദിവസങ്ങളോളം വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണ് ഇത്തരത്തിൽ ഒരു പരിക്ക് പറ്റി, ഗുരുതരമായി പരിക്ക് പറ്റി അതിനെ മറികടക്കുന്നതിനുള്ള ചികിത്സകൾ നൽകാൻ കഴിയാതെ വീണ്ടും പരിക്ക് അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കാണുന്നവരെയെല്ലാം ഏറെ വേദനിപ്പിച്ച ഒരു സാഹചര്യം തന്നെയായിരുന്നു അത്. എങ്ങനെ ആനയ്ക്ക് മതിയായ ചികിത്സ സമയത്തിനുള്ളിൽ നൽകാൻ കഴിയും എന്നത് തന്നെയായിരുന്നു പ്രധാനമായും ഒരു കാര്യങ്ങൾ ആശങ്കയായി ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ സുരക്ഷിതമായി ആനയെ പിടികൂടി ഇവിടെ എത്തി ചികിത്സിക്കാൻ വേണ്ട നടപടികൾ എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച് തന്നെയായിരുന്നു. അത് ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു. അതിൻ്റെ നല്ലൊരു പങ്ക് വിജയിച്ചിരിക്കുന്നു. അല്പ സമയത്തിനകം തന്നെ ആനക്കൂടിലേക്ക് മാറ്റും. ആനക്കൂട് നമുക്കറിയാവുന്നതുപോലെ അതിശക്തമായി തന്നെ നേരത്തെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് നേരത്തെ പലവട്ടം സുരക്ഷാ പരിശോധനയും ബലപരിശോധനയും എല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ അവിടെ ഒരു ആനക്കൂട് ഉണ്ടായിരുന്നു, ആ ആനക്കൂടിന് ഒരല്പം ബലക്ഷയം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും മറ്റൊരു ആനക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം അത്തരത്തിൽ ഏറ്റവും
ആനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആരോഗ്യം പരിപാലിക്കേണ്ടതുണ്ട്. പൂർണ്ണമായും തന്നെ അതിന് ദിവസങ്ങൾ നീളുന്ന ചികിത്സ നൽകേണ്ടതുണ്ട്. കാരണം നേരത്തെ ഒരു വട്ടം പ്രാഥമികമായ ചികിത്സകൾ നൽകി അതിനെ കാട്ടിലേക്ക് വീണ്ടും വിട്ടിരുന്നുവെങ്കിലും ആ ഒരു ഘട്ടത്തിൽ പോലും ചികിത്സ പൂർണ്ണമായിരുന്നില്ല. നമ്മൾ കാണുന്നത് പോലെ തന്നെ വലിയ ഒരു പരിക്ക് തന്നെയായിരുന്നു മസ്തകത്തിലുണ്ടായിരുന്നത്. അത് കൂടി വരുന്നു. അവിടെ കൂടുതൽ വ്രണങ്ങൾ രൂപപ്പെടുന്നു. പുഴുവരിച്ച നിലയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ മുറിവിൻ്റെ ആഴം വർദ്ധിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ശക്തമല്ല അല്ലെങ്കിൽ അതിവിദഗ്ധമായ ഒരു ചികിത്സയിലേക്ക് കൂടി മാത്രമാണ് ഭേദമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് കണ്ടെത്തി. അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് അതിവേഗത്തിൽ കടക്കേണ്ടതുണ്ട് എന്നുകൂടി വ്യക്തമാക്കി. എന്നാൽ ഇന്ന് എത്രമാത്രം അത് പൂർത്തിയാകും, അല്ലെങ്കിൽ ഈ ഒരു ആനയെ മയക്കുവെടി വെച്ച് തളച്ചതിന് ശേഷം അനിമൽ ആംബുലൻസിൽ ഇവിടെ എത്തിക്കുന്നതടക്കമുള്ള നടപടികൾ അത് എത്രമാത്രം പ്രായോഗികമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നത് തന്നെയായിരുന്നു തുടക്കത്തിൽ ഒരു ആശങ്കയുണ്ടാക്കിയത്. കാരണം മയക്കുവെടി വെച്ചതിന് ശേഷവും ആന ഏറെ നേരം തളച്ച അനുഭവപ്പെട്ടു. അതെല്ലാം മാറ്റിയതിന് ശേഷം വേണമായിരുന്നു ഈ ഒരു അനിമൽ ആംബുലൻസിലേക്ക് അതിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതൊരു വിജയകരമായി തന്നെ ആ ഒരു ദൗത്യം ഇതുവരെ പൂർത്തിയായിരിക്കുന്നു. ഇനി വിദഗ്ധ ചികിത്സ നൽകി ആ മുറിവുകൾ ഉണക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഉള്ളത്. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും അല്ലെങ്കിൽ സൗകര്യങ്ങളും ഡോക്ടർമാരുടെ സേവനവും എല്ലാം വളരെ നേരത്തെ തന്നെ ഇവിടെ ഒരുക്കിയിരുന്നു ആനയ്ക്കായി. കാരണം മുമ്പ് പലവട്ടം ഇത്തരത്തിൽ ആനയെ മയക്കുവെടി തളച്ച് പിടികൂടി ഇവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തിയിരുന്നു. എന്നാൽ അത് പൂർണ്ണ വിജയത്തിലേക്ക് ആ ഒരു സമയങ്ങളിൽ ഒന്നും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് പുലർച്ചെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് വീണ്ടും കടക്കാൻ കഴിഞ്ഞു. അത് ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഒരു തുടക്കത്തിലുണ്ടായിരുന്ന ആശങ്കകൾക്കെല്ലാം അപ്പുറം അത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഉള്ളത്. രാവിലെ തന്നെ ആനയെ മയക്കുവെടി വെച്ച് തളക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ കുങ്കിയാനകളുടെ സഹായത്തോടെ ഇതിനെ ലോറിയിലേക്ക് കയറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചു. ഇനി ചികിത്സയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ സുരക്ഷിതമായി അതിനെ താഴേക്ക് ആ കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നതടക്കമുള്ള നടപടികളാണ് പ്രധാനമായും ഇനി പൂർത്തിയാക്കാനുള്ളത്. അത്തരമൊരു ഘട്ടത്തിലേക്ക് തന്നെയാണ് അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘത്തിൻ്റെ ഇനിയുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ഇനിയുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത് സുരക്ഷിതമായി താഴെ ഇറക്കുക, കൂട്ടിലേക്ക് മാറ്റുക, അവിടെ മതിയായ സുരക്ഷയും ഒപ്പം തന്നെ ചികിത്സയും ഒരുക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ദിവസം ഇവിടെ നിർത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സ തന്നെയാണ് ആവശ്യം. കാരണം ആനയെ സംബന്ധിച്ചിടത്തോളം അത് നിലവിൽ ആന മയക്കുവെടി വെച്ചതിൻ്റെ ഒരു ആവശ്യകത കൂടിയുണ്ട്. ഗുരുതരമായ പരിക്കിൻ്റെ മസ്തകത്തിൽ ഏറ്റിരിക്കുന്ന ആ ഒരു പരിക്കിൻ്റെ ആവശ്യകത ആനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സ്വാഭാവികമായും ആ മുറിവുകൾ ഉണങ്ങി തുടങ്ങുമ്പോൾ മാത്രമായിരിക്കും ആനയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യനില വീണ്ടെടുക്കാൻ കഴിയുക. ഒപ്പം നിലവിൽ ഈ മയക്കുവെടി വെച്ചതിൻ്റെ തളർച്ചയും അത് ഉൾപ്പെടെ മാറേണ്ടതുണ്ട്. അങ്ങനെയുള്ള ചികിത്സകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ, ചികിത്സകളെല്ലാം നടത്തണം. അതിൻ്റെ ശരീരം ഈ മരുന്നുകളോട് എത്രമാത്രം പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ മുറിവുകൾ ഉണങ്ങാൻ എത്ര സമയമെടുക്കും എന്നെല്ലാമുള്ള കാര്യങ്ങൾ ഇനിയുള്ള ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും വ്യക്തമാവുക. അക്കാര്യത്തിൽ ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചതിന് ശേഷമുള്ള ഒരു പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയ ശേഷം വെറ്റിനറി ഡോക്ടർമാരടക്കം ഉള്ള ആളുകൾ, സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഇക്കാര്യത്തിൽ ആനയുടെ ആരോഗ്യസ്ഥിതി അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യും. അതിനു മുമ്പ് തന്നെ ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ദൗത്യം വളരെ നേരത്തെ തന്നെ ആരംഭിക്കാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു. ജനുവരി 15 ആണ് ആനയെ ആദ്യം ഇത്തരത്തിൽ കാണുന്നത്, രേപ്പള്ളിയിൽ കാണുന്നത്. അപകടം നിലയിൽ സ്വാഭാവികമായും ആ ഒരു ഘട്ടത്തിൽ തന്നെ എങ്ങനെ അതിന് മതിയായ ചികിത്സ ഈ ഒരു ഘട്ടത്തിൽ നൽകാൻ കഴിയും എന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾ നടന്നിരുന്നു. അതിനുള്ള ഒരു ശ്രമങ്ങൾ എല്ലാം നടന്നിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും ഫലവത്താക്കാൻ കഴിഞ്ഞില്ല. പലപ്പോഴും ആന മറയത്തേക്ക് പോയി അതിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, അതിനെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയും ചികിത്സ ലഭ്യമാക്കുക എന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികൃതർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അവിടെ അത് ഒരു ഫലവത്തായ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. നമുക്കറിയാവുന്ന നിരവധി ആളുകൾ ഈ ആനയെ, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എൻ്റെ പരിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. ആനയെ മയക്കുവെടി വെച്ച് തെളിച്ച് ഇവിടെ എത്തിച്ച് ചികിത്സിക്കുന്നതിൻ്റെ ഒരു നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, വാർത്തകൾ, തത്സമയ വിവരങ്ങളെല്ലാം പല ഘട്ടങ്ങളിലായി പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ആനയുടെ ആരോഗ്യസ്ഥിതിയെ
സംബന്ധിച്ച് പൊതുജനങ്ങളും അവരും ഏറെ കാര്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുകയായിരുന്നു. കടന്നു വരുന്ന വഴികളിലെല്ലാം ആനയുമായി വന്ന അനിമൽ ആംബുലൻസ് കടന്നു വന്ന വഴികളിലെല്ലാം നിരവധി ആളുകൾ ആനയെ കാണാൻ നിന്നു. എൻ്റെ പരിക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അവർ പരസ്പരം തിരക്കുന്നുണ്ടായിരുന്നു. അത് എത്രമാത്രം ഭേദമാകുന്നുണ്ട്, എങ്ങനെയായിരിക്കും മരുന്നുകളോട് പ്രതികരിക്കുക, ഇത് സംബന്ധിച്ച ചികിത്സകൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും തുടങ്ങിയ കാര്യങ്ങൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ അത്തരമൊരു ആശങ്കയും സാഹചര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പ്രധാനമായും ഇത്തരമൊരു ചികിത്സയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. കണ്ടോ നിങ്ങളൊക്കെ പരിക്കേറ്റ ആന കണ്ടു. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നല്ലോ, എങ്ങനെയാണ് അല്ലേ? ഒരു ഒരടി മുകളിൽ ഉള്ളിലോട്ട് ഹോളുണ്ട്, വലിയൊരു ആഴത്തിലുള്ള മുറിവ്, ആഴത്തിലുള്ള മാംസം മുഴുവൻ വെന്ത് പോയിട്ടുണ്ട്, ചീഞ്ഞു പോയിട്ടുണ്ട്. രക്ഷപ്പെടുമെന്നറിയില്ല. നമ്മളൊക്കെ ഈ പരിസരവാസികൾ തന്നെയാണ്. അല്ല, എല്ലായിടത്തും നമ്മൾ ഒരുപാട് ആനകളെ കാണുന്നതാണ്, അതിന്റെ ചികിത്സകളൊക്കെ കാണുന്നതാണ്. എങ്ങനെയാണ് ഇതിനൊരു മരുന്നുകളോടൊക്കെ പ്രയോഗിച്ച് ഇത് നികന്നു പോയ കയറി പോന്നെങ്കിൽ രക്ഷപ്പെട്ടു. മാസം മുഴുവൻ ഉള്ളിൽ പോയില്ലേ, എങ്ങനെയാണെന്നറിയില്ല. ഉണ്ടല്ലോ അല്ല, ആ പരിക്കെല്ലാം കാണാൻ പറ്റും. ഗുരുതരമായിട്ട് പരിക്കാണ്, വലിയ ഇതായിട്ടായിരിക്കുന്നത്, ഗുരുതരാണത്. അത് ചികിത്സിച്ച് ക്ലിയർ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അത് നമ്മുടെ പ്രാർത്ഥനയും പ്രതീക്ഷയാണ് അതിൻ്റെ അകത്തുള്ളത്. രോഹിണി, അവർ നമ്മളോട് പറഞ്ഞത് അവരുടെ ഒരു പ്രാർത്ഥനയും പ്രതീക്ഷയും അതുതന്നെയാണ്. എങ്ങനെയാണ് അത് ചികിത്സിച്ച് അതിന് ഭേദമാക്കാൻ കഴിയുക, എങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതിയെ നിലവിലെ സ്ഥിതിയെ അതിനെ മറികടന്നുകൊണ്ട് ആന പൂർവ്വസ്ഥിതിയിലേക്ക് ആരോഗ്യസ്ഥിതിയിലേക്ക് വരും എന്നത്. കാരണം സ്വാഭാവികമായും ഇത്തരത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പല ഘട്ടങ്ങളിലും ആനയെ പിടികൂടി അതിന് വേണ്ട മതിയായ ചികിത്സ സൗകര്യം നൽകുക എന്നത് പലപ്പോഴും പ്രായോഗികമാകാറില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ആ ഒരു ഓപ്പറേഷൻ വലിയ തോതിൽ വിജയിച്ചിരിക്കുന്നു. ആ ദൗത്യം അതിൻ്റെ ഫലപ്രാപ്തിയിൽ പൂർണ്ണമായും തന്നെ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു വിജയം. നമ്മളോട് സംസാരിച്ച ആളുകളടക്കം അവർ പ്രതികരിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നതും അവരുടെ എല്ലാം ആശങ്കയും അത് തന്നെയായിരുന്നു. എങ്ങനെ, കാരണം ഈ പരിസരത്തുള്ള ആളുകൾ അഭയാരണ്യത്തിൻ്റെ അടുത്തുള്ള ആളുകളാണ്. നിരവധി ആനകൾ അവിടെ ചികിത്സയ്ക്കും മറ്റു പരിശീലനം നടത്തുന്നതിനും എല്ലാം തന്നെയായി കൊണ്ടുവരാറുണ്ട്. അത്തരം ആനകളെല്ലാം അവർ കാണുന്നതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവർ വ്യക്തമാക്കിയത് അതിൻ്റെ മുറിവ് വലിയ ആഴത്തിൽ തന്നെ ഉള്ളതാണ്, എന്നാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ അവരും ഇക്കാര്യത്തിൽ പങ്കുവയ്ക്കുന്നു എന്നത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. അതെ ജിജീഷ്, നമുക്ക് അറിയാം അഭയാരണ്യത്തിൻ്റെ കവാടത്തിൽ പൊതുജനങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഒക്കെ തടഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിനെക്കുറിച്ചുള്ള ഒരു വിശകലനത്തിലേക്ക് ഡോക്ടർ അരുൺ സക്രിയ അടക്കമുള്ള നേതൃത്വം മാധ്യമങ്ങൾക്ക് മുൻപാകെ പങ്കുവയ്ക്കുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്? കാരണം എല്ലാവർക്കും ആനയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. തീർത്തും അവശനായിരുന്നു, അപ്പോഴാണ് മയക്കുവെടി ഏൽക്കേണ്ടി വന്നത്. തുടർന്നും നമ്മൾ കണ്ടതാണ് കുഴഞ്ഞ് വീഴുന്ന സാഹചര്യം. പിന്നീട് തുടർന്നാണ് കുങ്കിയാനകളുടെ സഹായത്തോടെ എഴുന്നേൽപ്പിക്കുന്നതും ഇപ്പോൾ കോടനാട്ടേക്ക് കൊണ്ടുവരുന്നതും. അതുകൊണ്ട് രണ്ടാം ഘട്ട രക്ഷാദൗത്യം അല്ലെങ്കിൽ ചികിത്സ ആരംഭിക്കുന്നത് എങ്ങനെയായിരിക്കും, ഏതൊക്കെ രീതിയിലായിരിക്കും, ആനയുടെ നിലവിലെ ആരോഗ്യസ്ഥിതി, ഇവയൊക്കെ സംബന്ധിച്ച് ഒരുപക്ഷെ ഡോക്ടർ അരുൺ സക്രിയ മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രതികരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? രോഹിണി പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ അരുൺ സക്രിയ ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യങ്ങൾ, അതായത് നിലവിലെ സ്ഥിതി, കാരണം എങ്ങനെയാണ് ഈ ഒരു യാത്രയ്ക്ക് ശേഷമുള്ള ആനയുടെ ആരോഗ്യസ്ഥിതി എന്ന് വ്യക്തമാകേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കും ഇനിയുള്ള ചികിത്സാ രീതികൾ, അതെങ്ങനെ മുന്നോട്ട് പോകുമെന്നത് സംബന്ധിച്ച് അദ്ദേഹം തന്നെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ ആനയെ കൂട്ടിലേക്ക് മാറ്റിയതിന് ശേഷം പ്രാഥമിക ചികിത്സകൾ നൽകിയതിന് ശേഷമായിരിക്കും പ്രത്യേകമായ ആ മുറിവിനുള്ള ചികിത്സകളിലേക്ക് കടക്കുകയുള്ളൂ. അത് ദിവസങ്ങൾ നീളുന്ന ഒരു ചികിത്സാ രീതി തന്നെയായിരിക്കും. കാരണം ആ ഒരു പരിശോധനയും മരുന്നുകൾ നൽകുന്നതും എല്ലാം തന്നെ പകുതിയിൽ നിർത്തിക്കൊണ്ട് തിരികെ ആനയെ കാട്ടിലേക്ക് അയക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കാൻ കഴിയില്ല. പൂർണ്ണമായും തന്നെയുള്ള ഒരു ചികിത്സ നൽകേണ്ടി വരും എന്ന് തന്നെയാണ്. അത് സംബന്ധിച്ചെല്ലാമുള്ള ഒരു വ്യക്തത അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നൽകുകയും ചെയ്യും. നേരത്തെ വ്യക്തമാക്കിയത്, കാരണം ആരോഗ്യസ്ഥിതി അത്ര പ്രശ്നങ്ങളില്ലായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ DFI എല്ലാം വ്യക്തമാക്കിയത്. എന്നാൽ അനുദിനം അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ വർദ്ധിക്കുന്നതായി പിന്നീട് കാണാൻ കഴിഞ്ഞു. മുറിവുകളിൽ കൂടുതൽ ആഴത്തിലേക്ക് മാറുന്നു, അത് വ്രണങ്ങൾ കൂടുതലായി രൂപപ്പെടുന്നു. സ്വാഭാവികമായും അതെല്ലാം തന്നെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങളായിരുന്നു. അത്തരമൊരു പശ്ചാത്തലം തന്നെ ആയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ മയക്കുവെടി വയ്ക്കും, കാരണം അതിഗുരുതരമായ പരിക്കുമായി നിൽക്കുന്ന ഒരു ആനയാണ്. അതിനെ മയക്കുവെടി വെച്ച് തളച്ചതിന് ശേഷം ഇവിടെ എത്തിക്കുമ്പോൾ മറ്റു ചികിത്സാ രീതികൾ അതുകൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് സംബന്ധിച്ചും ഈ
ഈ രക്ഷാദൗത്യത്തെ സംബന്ധിച്ചുമെല്ലാമുള്ള ആശങ്കകൾ അതിന് തന്നെയാണ് വലിയ ഒരു പരിഹാരവും പരിസമാപ്തിയും താൽക്കാലികമായി ആയിരിക്കുന്നത്. ഇനി സ്വാഭാവികമായും മരുന്നുകളോട് അത് പൂർണ്ണമായും പ്രതികരിക്കുകയും മരുന്നുകൾ മുറിവുകൾ ഉണക്കുകയും ചെയ്തെങ്കിൽ അത് ആ ദൗത്യം അല്ലെങ്കിൽ ആ ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അതിന് പിന്നിലുള്ള പ്രാർത്ഥനകൾ അതെല്ലാം സഫലമാകുന്നു എന്ന് തന്നെ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയിലേക്ക് തന്നെ അല്ലെങ്കിൽ അതിവിദഗ്ധമായ ഒരു ചികിത്സാ രീതിയിലേക്ക് തന്നെ നീങ്ങുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വെറ്റിനറി ഡോക്ടർമാരുടെ വലിയൊരു സംഘം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ കൂടുകൾ ഒരുക്കുന്നതും അതിന്റെ സുരക്ഷയും എല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി പരിശോധിച്ചിരുന്നു. 28 തൂണുകളിൽ 100 തടികൾ കുറുകെ കെട്ടിയ 6 മീറ്റർ ഉയരവും പൊക്കവും 4 മീറ്റർ വീതിയും 5 മീറ്റർ നീളവും എല്ലാമുള്ള ഒരു സുരക്ഷിതമായ കൂട്, ബലപരിശോധനകൾ പലവട്ടം നടത്തിയിട്ടുള്ള ഒരു കൂട്, അതിലേക്കാണ് ആനയെ എത്തിക്കുന്നത്. അവിടെയാണ് ഇനിയുള്ള ചികിത്സകൾ നടത്തുന്നത്. ഈ ഒരു ആരോഗ്യസ്ഥിതിയിൽ ഒരുപക്ഷെ അതിന് അവിടെ നിന്ന് ഒരല്പം അനങ്ങാൻ പോലും കഴിയുന്ന ഒരു സ്ഥിതിയായിരിക്കില്ല. അതിനുശേഷം പരിക്കുകൾ അല്പം ഭേദമായതിനു ശേഷം മറ്റു ചികിത്സാ രീതികൾ, അതും ഡോക്ടർമാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വെറ്റിനറി ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം തന്നെയായിരിക്കും അത്തരം കാര്യങ്ങൾക്കെല്ലാം ഇനി നേതൃത്വം കൊടുക്കുക. ഏതായാലും അതിൻ്റെ ഒരു ഘട്ടം ഇവിടെ പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ പുലർച്ചെ ആരംഭിച്ച ആ ദൗത്യത്തിന് ശുഭകരമായ ഒരു പരിസമാപ്തി എത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ സുരക്ഷിതമായി തന്നെ ആനയെ എത്തിക്കാൻ കഴിഞ്ഞത്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം എടുത്ത യാത്രയ്ക്ക് ഒടുവിൽ ആനയെ സുരക്ഷിതമായി തന്നെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. വലിയൊരു സംഘം ഡോക്ടർമാരുടെ എല്ലാം തന്നെ ഒരു സംഘം അവിടെ ഉണ്ടായിരുന്നു. അതെ, ജിജീഷ് സൂചിപ്പിച്ചതുപോലെ നമുക്കിതിൻ്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും വനപാലക സംഘം എത്രത്തോളം വെല്ലുവിളികൾ നേരിട്ടിരുന്നു എന്നുള്ളത്. പരിക്കേറ്റ ആനയെ ആദ്യ ചികിത്സ നൽകി മടക്കി അയക്കുകയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ചികിത്സ ഫലം കണ്ടില്ല എന്നുള്ളതാണ്. തുടർന്ന് ഈ വ്രണം വളരെ പെട്ടെന്ന് തന്നെ വലുതാകുകയും അതിൽ പഴുപ്പടക്കം നിറയുകയും ചെയ്തു. ആന ആരോഗ്യ നിലയിൽ അങ്ങേയറ്റം ഗുരുതരമായൊരു സാഹചര്യത്തിലേക്ക് എത്തി. പലപ്പോഴും ഇത് ജനവാസ മേഖലയോട് അടുത്ത് വരുന്നതായി നമ്മൾ കണ്ടതാണ്. ജനവാസ മേഖലയിലേക്ക് തന്നെ വന്ന് ഈ മസ്തകത്തിലേക്ക് മണ്ണും മറ്റും വാരി എറിയുകയും ഇത് സ്വയം അതിനെ പ്രതിരോധിക്കാനുള്ള ചില മാർഗങ്ങളൊക്കെ തേടുകയും ഒക്കെ ചെയ്യുന്ന തത്സമയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ അന്ന് കണ്ടിരുന്നതാണ്. പിന്നീടാണ് ഇതിനെ എത്രയും വേഗം തുടർ ചികിത്സയ്ക്കായി മയക്കുവെടി വെച്ച് പിടികേടേണ്ടതുണ്ട് എന്ന് വനപാലക സംഘം പറയുന്നത്. അതനുസരിച്ച് അവർ നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാക്കി. 2-3 ദിവസത്തെ നിരീക്ഷണം ഉണ്ടായിരുന്നു. പലപ്പോഴും ജനവാസ മേഖലയിൽ നിന്ന് വന അതിർത്തിയോട് ചേർന്ന് ആന നീങ്ങുന്നത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ ആനയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് കാട്ടാനകളും ഈ ആനയുടെ അടുത്ത് നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇന്ന് അതിരാവിലെ ആനയെ ലൊക്കേറ്റ് ചെയ്യുന്നതും അനുകൂലമായൊരു സാഹചര്യം എത്തിയപ്പോൾ തന്നെ മയക്കുവെടി വയ്ക്കുന്നത്. പക്ഷേ തുടർന്ന് നമ്മൾ ചില കൗതുകകരമായ കാഴ്ചകൾക്ക് കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഏഴാറ്റുമുഖം ഗണപതി ആനയോട് ചേർന്ന് നിൽക്കുന്ന കൗതുകകരമായ കാഴ്ച കണ്ടു. ഒരുപക്ഷെ തളർന്നു പോകുന്ന ആനയെ ചേർത്ത് നിർത്തി താങ്ങാകുന്ന ഏഴാറ്റുമുഖം ഗണപതിയെ എല്ലാവരും കൗതുകത്തോടെ തന്നെ നോക്കിയതാണ്. പക്ഷേ അവശനായ പരിക്കേറ്റ ആന നിലത്തേക്ക് പതിച്ചപ്പോൾ മാത്രമാണ് വനപാലകർ ഏഴാറ്റുമുഖം ഗണപതിയെ അവിടെ നിന്നും മാറ്റിയത്. പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു നീക്കങ്ങൾ നടത്തിയത്. കുങ്കിയാനകളെ അവിടെ എത്തിച്ചു, നിലത്തു വീണ ആനയെ എഴുന്നേൽപ്പിച്ചു, തുടർന്ന് ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റുകയായിരുന്നു. ഇതിപ്പോൾ 2ാം ഘട്ട ചികിത്സയ്ക്കായി കോടനാട്ട് എത്തിച്ചിരിക്കുകയാണ്. ഇനി നമുക്കറിയേണ്ടത് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ഏത് രീതിയിലുള്ള 2ാം ഘട്ട ചികിത്സയാണ് നൽകുക എന്നാണ്. നേരത്തെ ജിജീഷ് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഇതെല്ലാം മാധ്യമങ്ങൾക്ക് മുൻപാകെ അദ്ദേഹം പറയുമായിരിക്കും. എന്തായാലും ഇപ്പോൾ എല്ലാ സംഘ അംഗങ്ങളും ഈ അഭയാരണ്യ കവാടത്തിനുള്ളിലേക്ക് കടന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത് ജിജീഷ്? എല്ലാവരും ഇപ്പോൾ ആനയെ ഇനി കൂട്ടിനകത്തേക്ക് കയറ്റുക, പ്രാഥമികമായി നൽകേണ്ടുന്ന പരിചരണങ്ങൾ നൽകുക, ഇതിനൊക്കെ തന്നെയാണോ ഇപ്പോൾ അവർ ലക്ഷ്യം വയ്ക്കുന്നത്? ഇപ്പോൾ ആനയെ സുരക്ഷിതമായി അതിനകത്തേക്ക് തന്നെ എത്തിച്ചിരിക്കുന്നു. ഇനി പ്രധാനമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ, അതായത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ അവിടെ പ്രധാന ഗേറ്റുകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതുവഴി മാധ്യമ പ്രവർത്തകർക്ക് അടക്കം ആ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് അനുമതി ഉണ്ടായിരുന്നില്ല. എന്നാൽ മറ്റൊരു വഴിയിലൂടെ നമ്മളിപ്പോൾ അതിനകത്തേക്ക് കടന്ന് ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആനയെ സുരക്ഷിതമായി കൂടിനകത്തേക്ക് മാറ്റുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി അങ്ങോട്ട് നീങ്ങുകയാണ്. ഇപ്പോൾ അവിടെയും ഒരു ക്ഷേത്രം മാത്രം ഇതുമായി ബന്ധപ്പെട്ട്
ദൃശ്യങ്ങൾ വ്യക്തമാകും എന്നത് കൃത്യമല്ല. എന്നാൽ അത്തരമൊരു ശ്രമങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ആ ഒരു ആനത്താവളത്തിനകത്തേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. അവിടെയാണ് ആനക്കൂട് ഒരുക്കിയിരുന്നത്. ഈ ഒരു അഭയാരണ്യത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ഇത്തരത്തിൽ കൂട് ഒരുക്കിയിരുന്നത്. ആ കൂട്ടിൽ ആനയെ ഇറക്കുന്ന പുറത്ത് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സുരക്ഷിതമായി അതിനെ ആ കൂട്ടിലേക്ക് മാറ്റുന്ന ഒരു നടപടികൾ തന്നെയാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും, കാരണം ആരോഗ്യ സെക്രട്ടറി അടക്കമുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അതിന്റെ ആരോഗ്യസ്ഥിതി ഓരോ ഘട്ടത്തിലും പൂർണ്ണമായും തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ചികിത്സകളോട് അത് പ്രതികരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ഇനിയുള്ള ചികിത്സയ്ക്ക് ശേഷമായിരിക്കും പൂർണ്ണമായും വ്യക്തമാകുക. എന്നാൽ ഇപ്പോൾ സുരക്ഷിതമായി തന്നെ ഇറക്കാൻ കഴിയുന്നു. അതിന്റെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് ആനയെ പുറത്തേക്ക് ഇറക്കാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ. ശരി ജിജീഷ്.